കോടീശ്വരനായ ഒരു മനുഷ്യന്റെ 100 രൂപയ്ക്ക് എത്ര അപകടം ഉണ്ടാവും അല്ലേ? അതേസമയം ഒരു 100 രൂപ ഭക്ഷണം കഴിക്കാത്ത ഒരുത്തിന്റെ പോക്കറ്റിലാണെങ്കിലോ അത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറ്റേ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വീണാ പോലും എടുക്കും 100 രൂപ കാര്യം തട്ടിയിട്ടേക്കും. വാല്യൂ ഓരോന്ന് പോലെയാണ്. ഓക്കെ, ടീച്ചർ ഒന്ന് ഉയർത്തി പിടിച്ചേ. ആളുകൾ കാണട്ടെ. അല്ല, രണ്ട് കയ്യിലും ഇതൊരു പരസ്യം കൂടിയ പുസ്തകത്തിന്. എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കലാണ് എന്റെ മാജിക്കിലൂടെ. അപ്പം കണ്ടോ, ടീച്ചർ കൂടുതലൊന്നും ചിന്തിക്കാതെ ഒന്ന് എനിക്ക് തന്നത്. രണ്ടെണ്ണം ടീച്ചർ എടുത്തല്ലോ. ഇറ്റ്സ് യുവർ ചോയ്സ്. ഇത് മാറ്റി വെക്കട്ടെ. ടീച്ചർ ഇങ്ങനെ പിടിച്ചോളൂ. ഇനി ടീച്ചർ കൂടുതലൊന്നും ആലോചിക്കാതെ ഒന്ന് എനിക്ക് തരിക, ഒന്ന് ടീച്ചർ എടുക്കുക. വേഗം തന്നു. ഓക്കെ, ഉയർത്തി പിടിച്ചേ. ടീച്ചർ ഇതൊന്നും എന്റെ ചോയ്സ് അല്ല, ഞാനൊന്നും പ്രഷർ ചെയ്യുന്നില്ല, ഇൻസ്പയർ ചെയ്യുന്നില്ല. ടീച്ചറെ ഇതും ഞാൻ മാറ്റി വെക്കുന്നു. ഓക്കെ, ടീച്ചർ അവസാനം സെലക്ട് ചെയ്ത പുസ്തകം ഏതാ? 4 കെട്ട്. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, 4 കെട്ട്. ടീച്ചറെ ചെയ്യേണ്ടത് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ഷിഫ്റ്റ്, ദിസ് ഈസ് യുവർ സെലക്ഷൻ ഔട്ട് ഓഫ് 3. ഞാൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു സേ സ്റ്റോപ്പ്. ദാറ്റ് വിൽ ബി യുവർ പേജ്. അപ്പൊ ഞാൻ എന്താക്കും, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മേജിക്കുകാരനാണ്. അത്യാവശ്യമായ ഇഷ്ടപ്പെടുന്നത്. ദിസ് ഈസ് എ ബുക്ക് മാർക്ക് മേഡം. അപ്പൊ താങ്കൾ സ്റ്റോപ്പ് പറയുന്നിടത്ത് ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കും. ടീച്ചർ മാറ്റി പറയുന്നതിനാണ്. വിശ്വാസം വേണം, എന്നാലും വിശ്വാസം കുറവുണ്ട്, അതുകൊണ്ടാ. ഓക്കെ, ടീച്ചർ അല്ലേ കേട്ടോ. എവിടെയെങ്കിലും സ്റ്റോപ്പ് പറഞ്ഞേ. സ്റ്റോപ്പ്, പേജ് മാറ്റണം. വേണ്ട, ദാറ്റ്സ് യുവർ പേജ്. അപ്പൊ ഞാൻ ചെയ്യുന്നു, ഈ ബുക്ക് മാർക്ക് വെച്ചിട്ട് ഞാൻ നോക്കുന്നില്ല, വേണ്ടതാ ഇങ്ങനെ പോസ് ചെയ്താണ് പിടിച്ചു. ദിസ് ഈസ് യുവർ ബുക്ക് പേജ്. ദിസ് ഈസ് യുവർ ബുക്ക്, ദിസ് ഈസ് യുവർ പേജ്. ഇനി പേരെടുത്ത് കൂടി പറഞ്ഞേ. ലിറ്റി മാഡം ടീച്ചർ ചെയ്യേണ്ടത് ആ പേജ് നമ്പർ നോക്കണം. ഓക്കെ, ആദ്യത്തെ 2 വാക്ക്, ഫസ്റ്റ് 2 വേർഡ്സ്. ഓക്കെ, ഞാൻ നോക്കൂലേ, എന്നോട് പറയരുത്. ഓക്കെ, റൈറ്റ്. ഇനി വിളിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ണട വേണം, കാണുന്നുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാലല്ല കേട്ടോ, 40ന്റെ പ്രശ്നം ഏത് മനുഷ്യനും ഉണ്ടാവും. ഓക്കെ, ടീച്ചർക്കല്ല പറഞ്ഞത്, എനിക്ക്. പേജ് നമ്പർ ഓർമ്മയുണ്ടോ? ഓക്കെ, ആദ്യത്തെ 2 വാക്ക് ഓർമ്മയുണ്ടോ? മാറ്റി പറയില്ലല്ലോ. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇടത് കൈ നീട്ടിക്ക്. നീട്ടി പിടിച്ച ടീച്ചറെ, വലത് കൈന്റെ മുകളിൽ വെച്ചേ. ഓക്കെ, ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ടീച്ചറുടെ പുസ്തകം, ടീച്ചറുടെ പേജ് നമ്പർ ഓർമ്മയുണ്ട്. ആദ്യത്തെ 2 വാക്ക് ഒന്ന് കണ്ണിലേക്ക് നോക്കിക്കേ. ഒന്ന് ഭാവനയിൽ കൊണ്ടുവന്നേ. ബാബു സാർ, ഭാവനയിൽ കൊണ്ടുവന്നേ. ആ പേജ് നമ്പർ മാത്രം ഒന്ന് താങ്കളുടെ ഭാവനയിൽ കൊണ്ടുപോകാം. ടീച്ചർ ഷുഡ് ബി ഇമാജിനേറ്റീവ് ആയിരിക്കണം, അല്ലെ? നല്ല ഭാവനയുള്ള അധ്യാപകനായിരിക്കണം. അധ്യാപനം മാത്രം എല്ലാം ഇമാജിനേഷൻ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഇന്റലിജൻസ്. കേട്ടിട്ടുണ്ടോ അവരെ? ആരാ പറഞ്ഞത്? ഷേക്സ്പിയർ അല്ല, ഐൻസ്റ്റീന. ഭാവനയാണ് ബുദ്ധിയേക്കാൾ പ്രധാനം. കണ്ടോ? ഭാവനയെ കൊണ്ടുപോകാം. പേജ് നമ്പർ എന്നിട്ട് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തേ. കണ്ണിലേക്ക് നോക്കി ടീച്ചറെ. യെസ്. എന്തെല്ലോ കളിക്കുന്നുണ്ട് ടീച്ചർ, മുഖം എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആവശ്യമുള്ള മാത്രം ഇങ്ങോട്ട് എടുക്കണേ. ഓക്കെ, പേജ് നമ്പർ 3 ഡിജിറ്റ് ഉണ്ടോ സാറേ? മേഡം, ചിലപ്പോൾ കൂക്കി വിളിക്കും. എനിക്കറിയാം നിങ്ങൾ കൂക്കി വിളിക്കില്ല, എനിക്കറിയാം. കാരണം ഒരു അധ്യാപകനായിരുന്നു, എനിക്ക് ആ ഒരു സഹായം ചെയ്യും. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഈ തണുപ്പൊക്കെ കൂടുമ്പോൾ എൻ്റെ ഓർമ്മേനെ ബാധിക്കും. 3 അക്കൗണ്ട് അല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് 1. യെസ്, താങ്ക് യു വെരി മച്ച്. 1-ലാണ് ആരംഭിക്കുന്നത്, 3 അക്കൗണ്ട്. ഒന്നുകൂടി നോക്കി ടീച്ചറെ. അവസാനിക്കുന്നത് യെസ് ഓർ നോ പറഞ്ഞാൽ എന്നെ കറക്റ്റ് ചെയ്യരുതേ, ഇടയ്ക്ക് തെറ്റിപ്പോകും. ഒന്ന് ഗസ് വർക്കാണ്. നല്ല തണുപ്പ് കൂടിയിട്ടുണ്ട് ഇവിടെ. 7 ആണോ? നോ, 7 അല്ല. സ്റ്റാർട്ടിങ് വിത്ത് 1, 3 ഡിജിറ്റ്സ്. ചിലപ്പോൾ തെറ്റിപ്പോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്ര പ്രാക്ടീസ്. ഞാനിപ്പം 10-25 കൊല്ലമായി ശരിക്കും 7ാം ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. 10-12 വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷെ 4 ചില മിസ്റ്റേക്ക് ആർക്കും പറ്റും. ഏത് ഡേവിഡ് കോപ്പർഫീൽഡിനും പറ്റും. 7 ഞാനങ്ങ് പറയട്ടെ, ഇല്ലെങ്കിൽ അടുത്ത മാച്ചിങ് ചെയ്യാം. 148 ആണ്. അതെ, താങ്ക് യു വെരി മച്ച്.